മനുഷ്യന്റെ ആർത്തി കൊണ്ട് പ്രകൃതി പോലും നൊമ്പരപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആഗോളീകരണം മുതൽ ആഗോള താപനം വരെ ചുറ്റുവട്ടത്ത് ഉയർന്നു നിൽക്കുന്ന സമസ്യകളിൽ നിന്ന് മോചനം തേടുന്ന മനുഷ്യന് രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവന്റെ മൗലിക സത്തയെ അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി മനുഷ്യ നീ എന്ത്, മനുഷ്യ നിന്റെ പ്രഭവമെന്ത്, മനുഷ്യ നിന്റെ ഉത്ഥാനമേത്, നിന്റെ പതനമേത്, നീ എങ്ങു നിന്ന് വന്നവൻ, നീ എങ്ങോട്ട് പോണവൻ, നിന്റെ സ്വപ്നമേത്, ലക്ഷ്യമേത് എന്ന് മനുഷ്യനെ വിളിച്ച് വിളംബരം ചെയ്യുന്നതിന് മനുഷ്യൻ വിൽപ്പനച്ചരക്കല്ല, അങ്ങാടിച്ചന്തയിലെ കച്ചവട കമ്പോളത്തിലെ ചരക്കല്ലെന്ന് അടിവരയിട്ട് പറയുന്നതിന് മനുഷ്യ നീ ഉത്കൃഷ്ടൻ, നീ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം പോലെ രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ പ്രകൃതി മനുഷ്യപുത്രനെ പോറ്റുന്നിട്ടുള്ളത്. രാജകുമാരനെ പോറ്റും പോലെയല്ലയോ ഈ വെയിലും ഈ പാമ്പും ഈ ഉറുമ്പും ഈ പൂക്കളും ഈ പുഴുക്കളും ഈ തരുക്കളും ഈ താരുക്കളും ഈ വാനവും ഈ ഭൂമിയും ഈ കരയും ഈ കടലും ഈ ഉദയവും ഈ അസ്തമയവും ഈ മേലാപ്പും ഈ വിരിപ്പും ഈ മുഹൂർത്തങ്ങളും ഈ കാലവും ഈ സാക്ഷിയുമെല്ലാം മനുഷ്യനെ പോറ്റിപ്പോന്ന് രാജകുമാരനെ പോറ്റും പോലെയല്ലയോ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം. മനുഷ്യൻ ഉത്കൃഷ്ടൻ, മനുഷ്യനുദാത്തൻ, അവന് വേണ്ടി വേലാപ്പായിട്ടൊരു നീലാകാശം. ആ മനുഷ്യൻ ഉത്കൃഷ്ടനായ മനുഷ്യൻ, ആദമിന്റെ സന്തതി, അവനേത് മതത്തിൽ വിശ്വസിച്ചാലും കൊള്ളാം, അവനേത് നിറമുള്ളവനായി ജനിച്ചാലും കൊള്ളാം, അവനേത് സ്വപ്നത്തെ നെഞ്ചിലേറ്റിയാലും കൊള്ളാം, അവനേത് ഭാഷ മൊഴിഞ്ഞാലും കൊള്ളാം, അവനേത് ദേശത്ത് പാർത്താലും കൊള്ളാം, അവൻ ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ സമന്മാരിൽപ്പെട്ടവനാണ്.